ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ അപൂർവമായ ഫേറ്റൽ ഫാമിലിയൽ ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു അപൂർവമായ രോഗത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ ഉറക്കത്തിന്റെ ആവശ്യകത എന്താണ്, അതേപോലെ നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് ഫേറ്റൽ ഫാമിലിയൽ ഇൻസോംനിയ എന്ന് പറയുന്നത്? നമുക്ക് ഉറക്കം കിട്ടാതെ വരിക. അതിന് പ്രത്യേക കാരണം ഇതൊരു മ്യൂട്ടേഷൻ സംഭവിച്ച അസുഖമാണ്. ജനിതക ഒരു മാറ്റം വരുന്ന ഒരു അവസ്ഥയാണ്. മാത്രവുമല്ല, ഇതിലെ പ്രോട്ടീനുകൾ നമ്മുടെ തലച്ചോറിന്റെ തലാമസ് എന്ന ഭാഗത്തെയാണ് എഫക്ട് ചെയ്യുന്നത്. തലാമസ് ആണ് നമ്മുടെ ഉറക്കത്തെ ശരിയായിട്ട് കൺട്രോൾ ചെയ്യുന്നതും അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തുന്നതും. പക്ഷെ തലാമസ് നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്രോട്ടീനുകൾ തലാമസിനെ അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് തലാമസിന് ഈ ഒരു നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് തീരെ ഉറക്കം കിട്ടാതെ വരികയും മാത്രവുമല്ല, ഉറങ്ങാതെ ഈ ഒരു പേഷ്യന്റ് തീരെ മോശാവസ്ഥയിൽ അല്ലെങ്കിൽ മരണം വരെ പോകുന്ന ഒരു കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇത് അപൂർവമാണ്, ഇതില് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ഇതിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ഈ ഉറക്കത്തിന്റെ ഇത്രയും ഇമ്പോർട്ടൻസ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഇതിങ്ങനെ പെട്ടെന്ന് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പേഷ്യന്റ് മരിച്ചു പോവുക അങ്ങനെയല്ല. ഇത് സംഭവിക്കുന്നത് ആദ്യകാലങ്ങളിൽ നമുക്ക് കിടക്കുമ്പോൾ ഉറക്കം വരാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങി ഒരു കുറച്ച് ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി 2 മണി ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പോരുക. എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരാതെ ഇരിക്കുക. ഇങ്ങനെ തുടങ്ങി ഉറക്കത്തിൽ നല്ലൊരു ഡിസ്റ്റർബൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ വരും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ക്ഷീണം വരുന്നു, അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹക്കുറവ്, ചെറിയ രീതിയിൽ ഓർമ്മക്കുറവ്, ഇതൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കണ്ടുവരുന്നത്. പിന്നീട് അങ്ങോട്ട് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, ബ്ലഡ് പ്രഷർ കൂടി വരുന്നു, അതേപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഉത്കണ്ഠ, അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയായ്മ, ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം ശരിക്കും ഒരു മാനസിക സമ്മർദ്ദം തന്നെ ഈ പേഷ്യന്റ് കടന്നു പോവുകയാണ്. പിന്നീട് അവർക്ക് എന്താന്ന് വെച്ചാൽ ക്ഷീണം കൂടി വരും. കാരണം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, രാത്രിയിൽ ഒട്ടും തന്നെ ഉറക്കം കിട്ടുന്നില്ല. മരുന്നുകളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ അലോപ്പതി മെഡിസിൻസ് ആണെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ജനറലി ഇങ്ങനത്തെ ഒരു ജനിതക കാരണം, അതായത് ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച കേസുകളിലൊക്കെ സ്ലീപ്പിംഗ് പിൽസിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഇത് ഇത്രയും ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു തലാമസ് നശിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ മെഡിസിൻസിനൊന്നും വലിയ റോള് ഇതിൽ കിട്ടുന്നില്ല. മാത്രവുമല്ല, ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട്, ഇതിപ്പോ സെക്കൻഡ് സ്റ്റേജ് ആണ് ഞാൻ മനസ്സിലാക്കി തന്നത്, മൂന്നാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോഴേക്കും ഈ പേഷ്യന്റിന് ഹലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ, അതായത് മറ്റുള്ളവരെ, നമ്മൾ അറിയാത്ത ആളുകളെ കാണുക, അല്ലെങ്കിൽ അറിയുന്നവരെ തന്നെ ആയിരിക്കാം, പക്ഷെ മരിച്ചുപോയ ആളുകളെ കാണുക, സംസാരിക്കുക, അല്ലെങ്കിൽ ആരോടാണെങ്കിലും നമുക്ക് ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുക, അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളെ കാണുക, അവരോട് ഇങ്ങനെ തുടങ്ങി പ്രത്യേകിച്ചും ഈ രാത്രി കാലങ്ങളിൽ ഇവർക്ക് ഉറക്കം ഒട്ടും ഇല്ലാത്ത കൊണ്ട് ഇവരൊരു വേറെ വേൾഡിലോട്ട് തന്നെ പോകുന്ന കേസുകളും കണ്ടിട്ടുണ്ട്. അതിൽ ഇതൊക്കെ ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഇതൊരു വളരെ അപൂർവമായ അസുഖമാണ്, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഹലൂസിനേഷൻ ഡെലൂഷൻ കാണുന്ന ഒരവസ്ഥയിലേക്ക് പേഷ്യന്റ് നീങ്ങുകയാണ്. പിന്നെ അവർക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല, എല്ലാം കൺഫ്യൂഷനായി. രാത്രി കാലങ്ങളിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഓർമ്മയും ഇല്ല, വേറൊരു വേൾഡിലാണ്. രാവിലെ പിന്നെയും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ കഴിയും, പക്ഷെ രാത്രിയിൽ ഒട്ടും തന്നെ ഇവർക്ക് തീരെ ഒന്നും ചെയ്യിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പേഷ്യന്റ് മാറിപ്പോകുന്നു. പിന്നെ തീരെ ഒരു കിടപ്പ് രോഗിയാവുന്നു. കാരണം നമ്മുടെ മസിൽസ് തീരെ ഉപയോഗിക്കാൻ കഴിയാതെ കിടപ്പ് രോഗിയായിട്ട് മാറുന്നു. മസിൽസിന് ക്ഷീണം വരുന്നു, ശരീരത്തിന് ക്ഷീണം വരുന്നു, പിന്നെ ഉത്കണ്ഠ, ആങ്സൈറ്റി, അങ്ങനെ പാനിക് അറ്റാക്സ്, ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളിലേക്കും ഈ ഒരു പേഷ്യന്റ് നീങ്ങിപ്പോകുന്നു. അപ്പൊ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഇൻസോംനിയ തന്നെ ഉറക്കക്കുറവുകൾ പലതരത്തിലുണ്ട്. ആദ്യത്തെ A മുതൽ Z വരെയുള്ളതിൽ Z ആണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തന്നത്. പക്ഷേ അതിലെ ഈ ഒരു കാര്യം എന്താണ്, ഇത്രയും അവസ്ഥകളിലേക്ക് നമ്മുടെ മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം പോകാം, അവസാനം മരണം വരെ എത്തുന്നു
തോന്നുന്ന ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെറിയ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ, ഇത് അപൂർവമായ അസുഖമല്ലായിരിക്കാം, നമുക്ക് ചെറിയൊരു ഉറക്കക്കുറവേ ഉള്ളൂ എങ്കിലും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള, ഇപ്പം എന്താ പറയുന്നത്, ഇവിടെയാണെങ്കിൽ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് അല്ല, നമ്മൾ ഒരിക്കലും സ്ലീപ്പിംഗ് പിൽസ് പോലത്തെ മരുന്നുകളല്ല കൊടുക്കുന്നത്. പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഉറക്കം കറക്റ്റ് ചെയ്യുക, ആ സൈക്കിൾ കറക്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ മെയിൻറ്റെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെ തുടങ്ങി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ഉറക്കം കറക്റ്റ് ചെയ്യാനുള്ള സമയവും നമുക്ക് കൊടുക്കണം. നമുക്ക് ഒരു പേഷ്യന്റിനെ നമുക്ക് അസുഖമാണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഉറങ്ങാനായിട്ട് ഇത്രയും സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയേ പറ്റൂ. കറക്റ്റ് ആയിട്ട് ഒരു 7 മുതൽ 8 അല്ലെങ്കിൽ 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ദിവസത്തിൽ തന്നെ കിടക്കാനായിട്ടും റെസ്റ്റ് എടുക്കാനായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഉറക്കത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് നോക്കുക. ക്ഷീണം കൊണ്ടുവരാതിരിക്കുക. നെക്സ്റ്റ് സ്റ്റേജിൽ ഈ നെഞ്ചിടിപ്പും പിന്നെ അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുക, ഇതൊക്കെ ആയിട്ടാണ് പേഷ്യൻസ് കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈ അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഈ ഒരു ഉറക്കമില്ലായ്മയുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് വളരെ ഒരു റയർ ഡിസീസ് ആണ്, ഇതിനെപ്പറ്റി അങ്ങനെ ആർക്കും അറിയാത്ത ഒരു കേസാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദിനചര്യയിലെ തെറ്റുകൾ, അതായത് നമുക്ക് സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കാനും ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് ഒരുപാട് ആരോഗ്യ ബെനിഫിറ്റ്സ്, ഒരുപാട് ആരോഗ്യത്തിൽ മാറ്റങ്ങൾ തരും, ബെറ്റർ ആക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു കത്തി വെച്ച് മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ ആ കത്തിക്ക് മൂർച്ച വേണം. ആ മൂർച്ച കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം. അപ്പം നല്ല പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്തോരം ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ രാത്രിയിലെ ശരിയായിട്ടുള്ള ഉറക്കം, അത് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും രാത്രിയിലെ ശരിയായിട്ടുള്ള ഉറക്കം പൂർണ്ണമായിട്ടും ലഭിച്ചാൽ മാത്രമേ രാവിലെ നമുക്ക് ഏറ്റവും വേഗത്തിലും ഏറ്റവും ഷാർപ്പായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ രാത്രിയിലെ ഉറക്കം നമ്മൾ ഒരിക്കലും മോശമാകാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് സമയമാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സാഹചര്യമാണെങ്കിലും എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്